രാജിവെക്കാൻ തയ്യാർ. കർണാടകയെ ഞെട്ടിപ്പിച്ച് കുമാരസ്വാമി. കൂട്ടുമന്ത്രിസഭയെന്ന വിഷം കഴിച്ചിരിക്കുകയാണ് താനെന്നും മുഖ്യമന്ത്രിയായത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും കുമാരസ്വാമി വികാരഭരിതനായി പൊതുയോഗത്തിൽ പറഞ്ഞു. ഭഗവാൻ വിശ്വകണ്ഠനെ പോലെ താനും വിഷം കഴിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് രാജിക്ക് തയ്യാറാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 117 MLA-മാരുടെ പിന്തുണയായിരുന്നു കോൺഗ്രസ് JDS സഖ്യത്തിന്. HD കുമാരസ്വാമിക്ക് മുഖ്യമന്ത്രി പദം വിട്ടു നൽകിയ കോൺഗ്രസ് മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള അനുവാദവും JDS-ന് നൽകി. എന്നാൽ ഭരണത്തിലേറി മാസങ്ങൾ തികയും മുമ്പ് തന്നെ കൂട്ടുമന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായതിൽ തനിക്ക് സന്തോഷമില്ലെന്നും വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് HD കുമാരസ്വാമി. കഴിഞ്ഞ ദിവസം ശേഷാദ്രിപുരത്ത് പാർട്ടി പ്രവർത്തകർ നൽകിയ സ്വീകരണ പരിപാടിക്കിടെയാണ് സഖ്യ സർക്കാരിലുള്ള അതൃപ്തി കുമാരസ്വാമി പരസ്യമായി പ്രഖ്യാപിച്ചത്. താൻ അധികാരത്തിലേറിയത് നിങ്ങളെ സന്തോഷപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. കൂട്ടുമന്ത്രിസഭയെന്ന വിഷമാണ് താൻ കുടിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഒരു സഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി തുടരുന്നതിൽ തനിക്ക് സംതൃപ്തിയില്ല എന്നായിരുന്നു കുമാരസ്വാമി പറഞ്ഞത്. യോഗത്തിൽ വികാരധീനനായിരുന്നു കുമാരസ്വാമി സംസാരിച്ചത്. മുഖ്യമന്ത്രിയാകുന്നതിനുള്ള അനുഗ്രഹം ജനങ്ങൾ തനിക്ക് നേരത്തെ തന്നെ നൽകിയിരുന്നു, തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ. എന്നാൽ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിലാണ് തനിക്ക് തലവേദനയുണ്ട്. തിരഞ്ഞെടുപ്പ് യോഗങ്ങൾ തനിക്ക് പിന്തുണ നൽകിയ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നേരം തന്നെ മറന്നു. ഒറ്റയ്ക്ക് ഭരണത്തിലേറാമെന്ന JDS-ന്റെ പ്രതീക്ഷയ്ക്കാണ് ഇത് മങ്ങലേൽപ്പിച്ചത്. ഭഗവാൻ വിശ്വകണ്ഠനെ പോലെ വിഷം കഴിച്ചിരിക്കുകയാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരമോഹം കൊണ്ടല്ല താൻ മുഖ്യമന്ത്രിയായത്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. തൻ്റെ പാർട്ടിയുടെയും പിതാവിൻ്റെയും ആഗ്രഹം നിറവേറ്റാനാണ് താൻ അധികാരത്തിലേറിയത്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് പാർട്ടി നൽകിയ വോട്ടുകൾ പാർട്ടിയുടെ ആത്മവിശ്വാസം കെടുത്തി. 37 സീറ്റുകളായിരുന്നു JDS-ന് ലഭിച്ചത്. സോഷ്യൽ മീഡിയയിൽ കുടക് സ്വദേശിയായ യുവാവ് കുമാരസ്വാമി എൻ്റെ മുഖ്യമന്ത്രിയല്ല എന്ന കമന്റോടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് വൻ ചർച്ചയായിരുന്നു. മഴയിൽ കുടകിലെ റോഡുകൾ ഒലിച്ചുപോയതിൽ സർക്കാരിനെ വിമർശിച്ചായിരുന്നു യുവാവിൻ്റെ പോസ്റ്റ്. തങ്ങളുടെ കടങ്ങൾ എഴുതി തള്ളുമെന്ന വാഗ്ദാനം പാലിച്ചില്ലെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളികളും രംഗത്തെത്തിയിരിക്കുന്നു. ഇതൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ വികാരഭരിത പ്രസംഗത്തിന് പിന്നിലെ കാരണമെന്നാണ് റിപ്പോർട്ട്. വായ്പകൾ റദ്ദു ചെയ്യാൻ ഉദ്യോഗസ്ഥനുമായി താൻ 1 മാസമായി മല്ലിടുകയാണ്. അതൊന്നും ആരും അറിയുന്നില്ല. 5 കിലോ അരി കിട്ടുന്നവർക്ക് 7 കിലോ അരി ആക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. കുമാരസ്വാമിയുടെ ഈ നിലപാട് വലിയ രീതിയിലാണ് കർണാടക ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.